നമ്മൾ എന്തു ചെയ്യണം, എവിടെ പോകണം, എന്തു ചെയ്യരുത്, എവിടെ എത്തിപ്പെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്, നമ്മളല്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ശരിയല്ല, ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാവിയും നമ്മൾ എവിടെ എത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ വിധിയാണ്, നമ്മുടെ ഭാഗ്യമാണ്. ഭാഗ്യം എന്നതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി കാത്തിരിക്കുന്നത് നിർത്തുക. സ്വന്തം വിധി എന്താകുമെന്ന ഭയം അതൊഴിവാക്കുക. കാരണം ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. എന്നാൽ നമ്മുടെ കൈകളിലാകേണ്ട മനസ്സ് നമ്മെ വേറെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. മനസ്സിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു, നിന്റെ മനസ്സ് ചിലപ്പോൾ ഒരു സഹായിയാകും, ചിലപ്പോൾ അത് ശത്രുവാകും. നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് നിന്റെ ഉറ്റ ചങ്ങാതിയാകും, ഇല്ലെങ്കിൽ അത് നിന്റെ ഏറ്റവും വലിയ ശത്രുവാകും. വേദാന്ത ശാസ്ത്രമനുസരിച്ച് ശരീരം 3 വ്യത്യസ്ത തലങ്ങളാൽ നിർമ്മിതമാണ്. ലെവൽ 1 സ്ഥൂല ശരീരമാണ്. ലെവൽ 2 ലെവൽ 1നെ കുറിച്ചാണ്. ഇത് സൂക്ഷ്മ ശരീരം എന്നറിയപ്പെടുന്നു. അതിൽ മൻ, ബുദ്ധി, അഹങ്കാർ എന്നീ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ. തൽക്കാലം നമുക്കിപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ച് സംസാരിക്കാം. നമ്മളെ ബുദ്ധിയായും നമ്മുടെ മനസ്സിനെ ഒരു ശത്രുവായും കരുതുക. ഉദാഹരണത്തിന്, അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു എക്സാം ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ ഇന്റലിജൻസ്, അതായത് ബുദ്ധി പറയുന്നു, അടുത്ത ആഴ്ച എക്സാമാണ്, എനിക്കത് നന്നായി പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മനസ്സ് പറയുന്നു, അതായത് നിങ്ങളുടെ ശത്രു നിരന്തരമായി പറയുന്നു, നമുക്ക് കുറച്ചുനേരം മൊബൈൽ നോക്കാം, ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കാം. നിങ്ങളുടെ ബുദ്ധിക്കറിയാം പരീക്ഷയാണ്, പഠിക്കണം, സമയം കളയരുത് എന്നെല്ലാം. നിങ്ങൾ ശരിയായ കാര്യമാണ് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ശത്രു പറയുന്നത് നിങ്ങൾക്കനുസരിക്കേണ്ടി വരുന്നു. അത് നിങ്ങളെ ഒരു കളിപ്പാവിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന്റെ സാരഥിയായി, അതായത് കൃഷ്ണൻ അർജുനന്റെ ആന്തരിക വഴികാട്ടിയായി യുദ്ധം തുടങ്ങാനിരിക്കെ അർജുനൻ വൈകാരികമായി തകർന്നു. അവൻ വില്ലു താഴ്ത്തി പറഞ്ഞു, വാസുദേവ, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഇവരെന്റെ കുടുംബമാണ്, എന്റെ ഗുരുക്കന്മാരുണ്ട്, ഞാൻ ഉപേക്ഷിക്കുന്നു. അവരെന്നെ കൊല്ലട്ടെ, ഞാനത് ചെയ്യുന്നില്ല. അവന്റെ മനസ്സ് നിറയെ ഭയവും ആശയക്കുഴപ്പവും വികാരവും ബലഹീനതയുമായിരുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അവന് ആയുധം നൽകിയില്ല, അവന് ജ്ഞാനം നൽകി. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുക, സത്യത്തിനു വേണ്ടി പോരാടുക എന്നതാണ് നിന്റെ കടമ. നിന്റെ വികാരങ്ങൾ നിന്നെ ദുർബലപ്പെടുത്താൻ അനുവദിക്കരുത്. അർജുന, യുദ്ധം ചെയ്യൂ. നീ ആരെയും കൊല്ലുന്നില്ല, നിന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങളുടെ ബുദ്ധി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശത്രു പറയുന്നു, കുറച്ചുകൂടി ഉറങ്ങൂ, കുഴപ്പമില്ല, വെറും 5 മിനിറ്റ്. ഇന്ന് എന്തായാലും ജിമ്മിൽ പോകണം. ശത്രുവായ മനസ്സ് പറയുന്നു, ഇന്നു വേണ്ട, നാളെ പോകാം. ഇനി ഞാൻ സമയം കളയില്ല, ഒരു കാര്യത്തിനും മടിപിടിക്കില്ല. എന്നാൽ ശത്രു പറയുന്നു, കുറച്ചുനേരം ഇൻസ്റ്റാഗ്രാം നോക്കാം, അല്ലെങ്കിൽ ഒരു മൂവി കാണാം, നാളെ മുതൽ ഇതെല്ലാം നിർത്താം. ഞാൻ പ്രശ്നങ്ങളെ അതിജീവിക്കും, സാമ്പത്തികമായ ഉയർച്ചയിലെത്തും, കുറച്ചു സമയമെടുത്താലും എല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ ഞാൻ വിജയിച്ചു കാണിക്കും. എൻ്റെ ലക്ഷ്യം നേടുന്നതുവരെ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ശത്രു പറയുന്നു, അതൊന്നും നിന്നെക്കൊണ്ട് സാധിക്കില്ല, ഇതെല്ലാം നിന്റെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, എല്ലാം നിന്റെ വിധിയാണ്, ഒന്നും മാറ്റാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം മറക്കാൻ നമുക്ക് കുറച്ച് മദ്യപിക്കാം, നിനക്കത് ആശ്വാസമാകും. ഈ അപകടകാരിയായ ശത്രു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, അത് നിങ്ങളുടെ ലക്ഷ്യത്തെ തകർക്കും. ഓർക്കുക, മനസ്സ് നിങ്ങളെ കബളിപ്പിക്കുകയാണ്. നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ശത്രുവായ മനസ്സ് പറയുന്നു, ഒരു 10 മിനിറ്റ് കൂടി കിടക്കാം, നീ ക്ഷീണിതനാണ്. ഈ ശബ്ദം മധുരമായി തോന്നിയേക്കാം, എന്നാൽ അത് നിങ്ങളെ വഞ്ചിക്കുന്നു. എഴുന്നേൽക്കാൻ തോന്നുന്നതുവരെ കാത്തിരിക്കരുത്. ചിന്തകൾ ശരീരത്തെ പിന്തുടരും. അധികം ചിന്തിക്കാതെ ഉടൻ എഴുന്നേൽക്കുക. പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയിക്കുമെന്ന് നിങ്ങളുടെ ബുദ്ധി പറയുമ്പോൾ മനസ്സ് നിങ്ങളെ തളർത്തുന്നു. എല്ലാം നിന്റെ വിധിയാണ്, അതൊന്നും നിനക്ക് സാധിക്കുന്ന കാര്യമല്ല. അർജുനന്റെ ഭയം മാറാൻ കൃഷ്ണൻ കാത്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എഴുന്നേൽക്കൂ അർജുന, യുദ്ധം ചെയ്യുക. അർജുനന്റെ മനസ്സ് സമ്മതിക്കാൻ കൃഷ്ണൻ കാത്തിരുന്നെങ്കിൽ യുദ്ധം പരാജയപ്പെടുമായിരുന്നു. ഇപ്പോൾ സ്വയം പറയുക, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ അനുസരിക്കുമോ, അതോ ജീവിതത്തിൽ വിജയിക്കാൻ മനസ്സിനെ കീഴ്പ്പെടുത്തുക? അതിനെ നിങ്ങളുടെ ഒരു ഉപകരണമാക്കുക, ഭരണാധികാരിയാക്കരുത്. ആ ഉപകരണത്തെ നിങ്ങൾ ചലിപ്പിക്കുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ കൽപ്പനകൾ ശ്രദ്ധിക്കുന്ന ഒരു പരിശീലനം ലഭിച്ച നായയെപ്പോലെ. യുദ്ധത്തിൽ അർജുനൻ വൈകാരികമായി തകർന്നപ്പോൾ തന്റെ മനസ്സിന്റെ കടിഞ്ഞാൻ കൃഷ്ണന് നൽകുന്നു. രഥം അർജുനന്റെ ശരീരവും കുതിരകൾ അവന്റെ ഇന്ദ്രിയങ്ങളും വികാരങ്ങളുമായപ്പോൾ വാസുദേവ കൃഷ്ണൻ ആ രഥത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു. അദ്ദേഹം അർജുനന്റെ മനസ്സിനെ ഭയത്തിൽ നിന്ന് വ്യക്തതയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്, വികാരത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക്. അലസത നമ്മുടെ സ്വഭാവമല്ല, അത് നമ്മുടെ മനസ്സിന്റെ തന്ത്രമാണ്. വിഷാദം, അമിതമായ ചിന്ത, ഭയം അവയെല്ലാം ആരംഭിക്കുന്നത് അശ്രദ്ധമായ മനസ്സിലാണ്. ഒരു യോദ്ധാവിനെ പോലെ അതിനെ നയിക്കുക. അത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കാൻ അനുവദിക്കരുത്. മനസ്സ് പരാജയം സമ്മതിക്കാൻ കാത്തിരിക്കരുത്. ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുക. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ ഒരായുധം പോലും കരുതിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം മുഴുവൻ യുദ്ധവും നിയന്ത്രിച്ചു, തന്റെ ശക്തവും ശാന്തവും ഏകാഗ്രവുമായ മനസ്സുപയോഗിച്ച്. അതുകൊണ്ട് തന്നെ മഹാഭാരതം ഒരു യുദ്ധതന്ത്രമല്ല,
അതൊരു മനസ്സിന്റെ തന്ത്രമാണ്. ഇതാണ് എൻ്റെ വിധി, എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സ് നമ്മളോട് കള്ളം പറയുന്നു. ഓർക്കുക, യഥാർത്ഥ യുദ്ധം പുറത്തല്ല, അതകത്താണ്. നിങ്ങൾക്കെന്തും നേടാനുള്ള ശക്തിയുണ്ട്. കൃഷ്ണൻ അർജുനന്റെ രഥം ഓടിച്ചപ്പോൾ അത് വെറുമൊരു സവാരിയായിരുന്നില്ല, ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന മനസ്സായിരുന്നു അത്. അതുകൊണ്ടാണ് അർജുനൻ ജയിച്ചത്. മനസ്സിനെ നയിക്കാൻ അവൻ അനുവദിച്ചില്ല. അവൻ വാസുദേവ കൃഷ്ണനെ അവന്റെ മനസ്സിനെ നയിക്കാൻ അനുവദിച്ചു. കൃഷ്ണൻ അർജുനന്റെ രഥം വിജയത്തിലേക്ക് ഓടിച്ചതുപോലെ നിങ്ങളുടെ ബുദ്ധിക്ക് നിങ്ങളുടെ മനസ്സിനെ സ്വയം പാണ്ഡിത്യത്തിലേക്ക് നയിക്കാൻ കഴിയും. നിങ്ങളുടെ ബുദ്ധി കടിഞ്ഞാൻ പിടിക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക മഹാഭാരതം നിങ്ങൾ വിജയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.